ദൈവത്തിൻ്റെ ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമാഗമന കൂടാരമെന്ന പഠന പരമ്പരയിലെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്കും വിശ്വാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി ജീവിതത്തെ അവസാന ശ്വാസം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കൂട്ടമാണ് എൻ്റെ പ്രേക്ഷകർ എന്ന് എനിക്കറിയാം. അതോർത്ത് ഞങ്ങൾ കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബുദ്ധി അങ്ങ് തുറന്നു തരുന്നല്ലോ. തിരുവചനത്തിലെ ഏറ്റവും ആഴമായ സമാഗമന കൂടാരമെന്ന വിഷയം പഠിക്കുവാൻ എൻ്റെ ദൈവം ഞങ്ങൾക്കിങ്ങനെ ഒരവസരം തന്നതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട്. എല്ലാം ജീവൻ തന്ന യേശു തമ്പുരാൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സമാഗമന കൂടാരം വരെയുള്ള വർഷക്കണക്കുകൾ, 430 കണക്കുകൾ, ഇതൊക്കെയായിരുന്നുവല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളും പഠിക്കുവാനിടയായി. ഈ കൂടാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ എപ്പിസോഡിൽ ഇതിൻ്റെ ശില്പികളെക്കുറിച്ച് 1-2 പ്രസ്താവനകൾ നടത്തിയിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൂടാരം ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ഒരു സ്കെച്ചായിരുന്നു. വാസ്തവമായതിൻ്റെ പ്രതിബിംബമെന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു. വാസ്തവമായ സ്വർഗത്തിൻ്റെ ഒരു നിഴലായിരുന്നു സമാഗമന കൂടാരം. ദൈവം പർവ്വതത്തിൽ വെച്ച് 40 ദിവസം കൊണ്ട് കാണിച്ചു കൊടുത്ത മാതൃക എന്ന് പുറപ്പാട് പുസ്തകം 25-8-9 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഇതിൻ്റെ പണി പൂർണ്ണമായും മോശയെ വിവരിച്ച് കേൾപ്പിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഇതിൻ്റെ പണിക്കായി നീ പ്രധാനമായും 2 പേരെ കൂടെ തിരഞ്ഞെടുക്കണം. യഹൂദാ ഗോത്രത്തിലെ ഊരിയുടെ മകൻ ബെസലേലിനെയും പുറപ്പാട് 35-30, ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെയും പുറപ്പാട് 35-34, 31-1-6 ഈ ഭാഗങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാൻ കഴിയും. ഈ കൂടാരത്തിൻ്റെ യഥാർത്ഥമായ ശില്പി അല്ലെങ്കിൽ ഇത് പണിയുന്നത് ദൈവമാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പ്രസ്താവിച്ച ദൈവമാണ് സമാഗമന കൂടാരത്തിൻ്റെ 1-ാമത്തെ ശില്പി. 2-ാമത് മനുഷ്യകുലത്തിൽ നിന്നും ദൈവം എടുക്കുന്നത് മോശയാണ്. വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുന്നവൻ എന്നർത്ഥമുള്ള മോശയാണ് ഇതിൻ്റെ സ്കെച്ചും പ്ലാനും അളവുകളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ മോശയ്ക്ക് അസിസ്റ്റൻ്റായിട്ടല്ലെങ്കിൽ സഹായകരമായിട്ട് നിൽക്കാൻ ബെസലേലിനെയും ഒഹോലിയാബിനെയും തിരഞ്ഞെടുക്കുന്നു. ബെസലേലിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുന്നവൻ, ഷാഡോ ഓഫ് ഗോഡ്. ഒഹോലിയാബ് എൻ്റെ അപ്പൻ്റെ കൂടാരം എന്നുള്ള അർത്ഥമാണ്. ഈ 2 പേരുടെയും പേരിൽ വന്നിരിക്കുന്ന അർത്ഥം നാം വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ അപ്പൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിയും അതിൻ്റെ അർത്ഥങ്ങളെ ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നാം ഓരോരുത്തരും എൻ്റെ അപ്പൻ്റെ കൂടാരം ഞാൻ എന്ന് പറയുവാൻ കഴിവുള്ളവരായിരിക്കണം, യോഗ്യതയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇവർക്ക് കൊടുത്ത ജ്ഞാനത്താൽ തന്നെയാണ് ഈ കൂടാരം പണിയപ്പെട്ടത്. അതുമാത്രമല്ല, ദൈവം കൽപ്പിച്ചതുപോലെ തന്നെയാണ് ഇവരിതിൻ്റെ പണി നടത്തിയത്. മുന്നോട്ടുള്ള എപ്പിസോഡുകളിലും വിഷയങ്ങളിലും ആ വിഷയങ്ങൾ നമുക്ക് ആഴമായി ചിന്തിക്കേണ്ടതുണ്ട്, വിവരിക്കേണ്ടതുണ്ട്. ഇവരാണ് മറ്റുള്ളവരെ
പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇതിനകത്തൊക്കെ ആഴമായ അർത്ഥങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. ദൈവം കൊടുത്ത ജ്ഞാനത്താൽ ഇവർ ഈ കൂടാരം പണിയുകയും ഇവർ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലും അല്ലെങ്കിൽ പൊരുളിലും ഇതിൻ്റേതായ അർത്ഥങ്ങൾ കാണുവാൻ കഴിയും. ദൈവം കൊടുക്കുന്ന ജ്ഞാനത്താൽ കൃപ പ്രാപിച്ച ദൈവദാസന്മാർ ആഴമുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിപ്പിച്ചു തരുമ്പോൾ അത് ഗ്രഹിച്ച് വചനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്ത് ആ വചനപ്രകാരം നമ്മൾ മുമ്പോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യതയുണ്ട്. ഈ ദൈവിക ജ്ഞാനം പ്രാപിച്ചവർ അനേകരെ ചേർത്ത് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് മരുഭൂമിയിൽ തുടങ്ങി. അവരിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ശേഷമാണ് സമാഗമന കൂടാരത്തിൻ്റെ പണി തുടങ്ങുന്നത്. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുന്നു. പ്രധാനമായും 3 പേരാണ് ഇതിൻ്റെ പണിക്ക് മുൻപിൽ നിന്നത്. ഒന്ന് ദൈവം കഴിഞ്ഞാൽ മോശയും മറ്റ് ദൈവദാസന്മാരും ചേർന്ന് ഈ ദൈവത്തിൻ്റെ കൂടാരം പണിയുന്നതായിട്ട് നമുക്ക് കാണുന്നു. സമാഗമന കൂടാരത്തിലെ സംഖ്യകൾക്ക് അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. തിരുവചനത്തിലെ സംഖ്യകൾക്കെല്ലാം അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. ഒരു കാലത്ത് ഈ സംഖ്യകളുടെ അർത്ഥങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്കും അത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള എൻ്റെ നിരന്തരമായ ദൈവവചന പഠനത്തിൽ നിന്നും സംഖ്യകളുടെ അർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അനേക സമയങ്ങളിൽ ഈ അർത്ഥങ്ങളൊക്കെ ഗ്രഹിച്ച് തിരുവചനം വായിക്കുമ്പോൾ നിരവധി ഭാഗങ്ങളിൽ ഈ അർത്ഥങ്ങളുടെ കൂട്ടിച്ചേർപ്പ് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന സംഖ്യയുടെ അർത്ഥം അത് ദൈവത്തിൻ്റെ സംഖ്യയാണ്. 2 ജഡം ധരിച്ച ക്രിസ്തുവിൻ്റെ സംഖ്യ. 3 ദൈവിക പൂർണ്ണതയുടെ സംഖ്യ. 4 ലോകത്തിൻ്റെ സംഖ്യ. 5 കൃപയുടെ സംഖ്യ. 6 മനുഷ്യൻ്റെ സംഖ്യ. 7 ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ സംഖ്യ. 8 പുതിയ തുടക്കത്തിൻ്റെ സംഖ്യ. 9 ന്യായവിധിയുടെ സംഖ്യ. 10 ക്രമപൂർണ്ണതയുടെ സംഖ്യ അല്ലെങ്കിൽ മനുഷ്യനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ പൂർണ്ണതയുടെ സംഖ്യ എന്നും അതിനെ മനസ്സിലാക്കാം. അതിൻ്റെ വിജയസംഖ്യയാണ് 10. 11 ഛിദ്രം, വഴക്ക്, ഭിന്നത എന്നീ അർത്ഥത്തിൽ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 12 ദൈവിക ഭരണക്രമത്തിൻ്റെ സംഖ്യയാണ്. 13 മത്സരത്തിൻ്റെ സംഖ്യയെന്ന് അനേക സ്ഥലങ്ങളിൽ കാണുമ്പോൾ 14 കർത്താവിൻ്റെ സമ്പൂർണ്ണ മഹിമയുടെ സംഖ്യയാണ്. 15 കൃപയുടെ കൂടിയ അളവിനെ കാണിക്കുമ്പോൾ 17 കൃപാപൂർണ്ണതയുടെ സംഖ്യ എന്ന് കാണാം. 10 + 7 കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണല്ലോ 17. 17 കൃപാപൂർണ്ണതയുടെ സംഖ്യ ആകുമ്പോൾ പൂർണ്ണതയുടെ ദൈവിക കൂടിയ അളവാണ് 20. 10 × ക്രിസ്തുവിൻ്റെ സംഖ്യയായ 10നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 20 എന്ന് കിട്ടും. 10 + 10 ദൈവത്തിന് സ്തോത്രം 20 എന്നും കാണുവാൻ കഴിയുന്നതാണ്. 48 സഭയുടെ സംഖ്യയാണ്. സമാഗമന കൂടാരത്തിനകത്ത് 48 പലകകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പലകകളെ പൊന്നു പൊതിഞ്ഞാണ് സമാഗമന കൂടാരത്തിൽ നിർത്തിയിരുന്നത്. ആ 48 സഭയുടെ സംഖ്യ എന്ന് കാണാം, വിശ്വാസികളുടെ സംഖ്യ എന്ന് കാണാം. 12 × 4 48 എന്ന് വരുന്നു. 12 ആകുന്ന അപ്പോസ്തലന്മാരാൽ തിരഞ്ഞെടുത്ത 4 സുവിശേഷങ്ങളിൽ കൂടി കടന്നു വന്നവ 48 വിശ്വാസികളെന്ന് കാണാം. 12 + 12 24. 24 × ക്രിസ്തുവിൻ്റെ സംഖ്യയാകുന്ന 2 കൊണ്ട് ഗുണിച്ചാൽ 48 എന്ന് കാണുവാൻ കഴിയും. 50 വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ സംഖ്യയാണ്. കൂടുതലായിട്ട് ഈ ഭാഗങ്ങൾ പിന്നീട് വിവരിക്കുന്നുള്ളതിനാൽ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകട്ടെ. 60 സഭയുടെ സംഖ്യയാണ്. 10 × 6 60 എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 12 അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണക്രമത്തിൻ്റെ സംഖ്യയായ 12 × കൃപയുടെ സംഖ്യയാകുന്ന 5 കൊണ്ട് ഗുണിച്ചാൽ 60 എന്ന് കാണുവാൻ കഴിയും. 70 ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ സംഖ്യയാണ്. 10 × 7 70 എന്ന് കാണുവാൻ കഴിയും. 100
ക്രമപൂർണതയുടെ പൂർണ്ണതയുടെ സംഖ്യയാണ്, അല്ലെങ്കിൽ വർണ്ണനാതീതമായ സംഖ്യയാണ്. 50 + 50 = 100, അല്ലെങ്കിൽ 10 × 10 = 100 എന്നുള്ള കണക്കുകൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ലഭിക്കുന്നു. 666 വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സംഖ്യ, തൃത്വ മനുഷ്യൻ്റെ സംഖ്യ 666, 666 കൂട്ടുമ്പോൾ 666 എന്ന് കാണുവാൻ കഴിയും. സംഖ്യകൾക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തെപ്പറ്റി പഠിക്കുമ്പോൾ ബൈബിൾ ചില സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്, സത്യമാണ്. അത് വിസ്മരിക്കരുത്. ബൈബിളിലെ ഓരോ സംഖ്യയ്ക്കും അതിൻ്റേതായ അർത്ഥമുണ്ടാകുന്നു. അതിലെല്ലാം ഒരുപക്ഷേ മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നിറങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം വരുന്നുണ്ട്. അതിങ്ങനെയാണ്: സൂര്യനെ രാവിലെ നോക്കിയാൽ അതിന് ചില കളറുകൾ കാണാം, പക്ഷെ നട്ടുച്ചയ്ക്ക് നോക്കുമ്പോൾ ആ കളറുകൾ കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഏകദേശം നമ്മുടെ കണ്ണുകൊണ്ട്, നയനനേത്രങ്ങൾ കൊണ്ട് നോക്കാൻ കഴിയാത്തവണ്ണം അത് ഭയാനകരമായിരിക്കും. അവിടെ രാവിലെയും വൈകിട്ടും കാണുന്ന ആ കളറുകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അഗ്നിയിൽ നീതിസൂര്യനാകുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠതയുടെ ദർശനം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആഴമായ അർത്ഥങ്ങളും സംഖ്യകളെക്കുറിച്ചുള്ള അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ സംഖ്യയുടെ അർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ആ വിഷയത്തിലേക്കൊന്ന് കടക്കുകയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിലാണ് ആ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന വിഷയം നമുക്ക് കാണുവാൻ കഴിയുന്നത്. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയ്ക്ക് 7 ദിവസം എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ 70 × 7 490 എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാവങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഈ ഭാഗം ദാനിയേൽ പ്രവചനത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗമാണല്ലോ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ അതിൻ്റെ ആഴമായ അർത്ഥത്തിൽ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട സംഖ്യകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ദാനിയേൽ പ്രവചനത്തിലെ ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് ജസ്റ്റ് അത് മാത്രം ഞങ്ങൾ ചിന്തിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചന നിവൃത്തിയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ല നമ്മുടെ ചിന്താവിഷയം. കാരണം ആ 70 ആഴ്ചവട്ടം പഠിപ്പിക്കണമെങ്കിൽ ഏതാനും എപ്പിസോഡുകൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. ഈ കണക്കുകൾക്ക് വേണ്ടി, സംഖ്യയുടെ അർത്ഥത്തിന് വേണ്ടി ഞങ്ങൾ അതിലേക്കൊന്ന് പെട്ടെന്ന് കടന്നു പോവുകയാണ്. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ഒരാഴ്ചവട്ടത്തിന് 7 ദിവസം, അങ്ങനെ 490 ദിവസം 70 ആഴ്ചവട്ടത്തിന് ഉണ്ട്. ഈ കണക്ക് ബൈബിളിൽ വളരെ കൃത്യമായും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാമെന്നതാണ്. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയത് മുതൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ജനനം മുതൽ വാഗ്ദത്തം വരെ 75 വർഷമായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഗലാത്യ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ ഗലാത്യർ 3:16-17 അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയത് മുതൽ ന്യായപ്രമാണം വരെ 430 വർഷമെന്ന് കാണാം. അങ്ങനെ അബ്രഹാമിൻ്റെ ജനനം മുതൽ ന്യായപ്രമാണം വരെ അല്ലെങ്കിൽ പുറപ്പാട് വരെ 505 വർഷമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ 505 വർഷത്തിൽ നിന്നും അബ്രഹാം ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ സാറായുടെ വാക്ക് കേട്ട് ഒരു ബന്ധത്തിന് പോയി. ആ ബന്ധം 15 വർഷമാണ് ദൈവം കണക്കാക്കിയിരിക്കുന്നത്. 505 വർഷത്തിൽ നിന്നും ഈ 15 വർഷം കുറച്ചാൽ 490 വർഷമെന്ന് കാണാം. ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ് 490. ഇനിയും പുറപ്പാട് മുതൽ
ശലോമോൻ്റെ ദേവാലയ പ്രതിഷ്ഠ വരെ നമുക്ക് നോക്കാം. മരുഭൂമി യാത്ര 40 വർഷം, ശൗമേൽ വരെ 450 വർഷം, ശൗമേലിൻ്റെ കാലം 21 വർഷം, ശൗലിൻ്റെ കാലം 40 വർഷം, ദാവീദിൻ്റെ കാലം 40 വർഷം, ശലോമോൻ്റെ ഭരണത്തിൻ്റെ 10-ാം വർഷം ദേവാലയ പ്രതിഷ്ഠ. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ 601 വർഷമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ 601 വർഷത്തിൽ ഈ കാലഘട്ടത്തിനിടയിൽ ഇവർ അനേകർക്കും അടിമകളായിരുന്നു എന്ന് തിരുവചനത്തിൽ വ്യക്തമായിട്ടും കാണുവാൻ കഴിയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3:8 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവർ കൂശൻ റിശാദായിമിന് 8 വർഷം അടിമകളായിട്ടിരുന്നു. മോവാബ് രാജാവായ എഗ്ലോന് ഇവരെ 18 വർഷം അടിമകളായിരുന്നു. ന്യായാധിപന്മാർ 3:14. ആ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു. ന്യായാധിപന്മാർ 3:14. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. 3:8. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ റിശാദയിമിനു വിറ്റുകളഞ്ഞു. കനാന്യ രാജാവായ യാബീന് ഇവരെ 20 വർഷം അടിമകളായിട്ടിരുന്നു. ന്യായാധിപന്മാർ 4:3. മിദ്യാന്യർക്ക് ഇവർ 7 വർഷം അടിമകളായിട്ടിരുന്നു. ന്യായാധിപന്മാർ 6:1. ഫെലിസ്ത്യർക്കും അമോന്യർക്കും കൂടി ഇവർ 18 വർഷം അടിമകളായിട്ടിരുന്നു. ന്യായാധിപന്മാർ 10:8. ഫെലിസ്ത്യർക്ക് പിന്നീട് ഒരു 40 വർഷം അടിമകളായിട്ടിരുന്നു. ന്യായാധിപന്മാർ 13:1. ഇങ്ങനെ ടോട്ടൽ ഈ വർഷങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ ആദ്യത്തെ 1-ാമത്തെ 8 വർഷവും 2-ാമത്തെ 18 വർഷവും 3-ാമത്തെ 20 വർഷവും മിദ്യാനർക്കായിരുന്ന 7 വർഷവും ഫെലിസ്ത്യർക്കും അമോന്യർക്കും ആയിരുന്ന 18 വർഷവും പിന്നീട് ഫെലിസ്ത്യർക്കായിരുന്ന 40 വർഷവും കൂടെ കൂട്ടുമ്പോൾ 111 വർഷമെന്ന് കാണുവാൻ കഴിയും. 601 വർഷത്തിൽ നിന്നും 111 വർഷം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് 490. 70 × 7 490 ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ശലോമോൻ്റെ ദേവാലയ പ്രതിഷ്ഠ മുതൽ പ്രവാസം വരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഒരു 490ൻ്റെ കണക്ക് കാണുവാൻ കഴിയും. ശലോമോൻ്റെ ദേവാലയ പ്രതിഷ്ഠ 10-ാം വർഷമായിരുന്നു എങ്കിൽ അതിനുശേഷമുള്ള 30 വർഷ ഭരണകാലം, ആ 30 വർഷവും രഹബയ മുതൽ സിദോക്കിയാവ് വരെയുള്ള 390 വർഷവും ദൈവം നെബൂഖദ്നേസറിനെ വിളിച്ച് ഇവരെ ബാബിലോണിലോട്ട് വിട്ട യിരെമ്യാ പ്രവചനത്തിലെ 70 വർഷവും കൂടെ കൂട്ടിയാൽ 30 + 390 + 70 എന്ന് പറയുമ്പോൾ 490 എന്ന് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ പൂർണ്ണതയുടെ സംഖ്യ 490. 70 × 7 490. ഇനിയും നെഹമ്യാവിന് കൽപ്പന കിട്ടിയത് മുതൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ അർത്തഹഷ്ടാ രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് മുതൽ മുൻപോട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഡിവിഷൻ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. അപ്പോൾ 7 + 62 = 69 ആഴ്ചവട്ടം. ഒരാഴ്ചവട്ടത്തിന് 7 ദിവസമാകിയാൽ 7 + 62 = 69. 69 × 7 = 483 വർഷമെന്ന് കാണാം. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കിട്ടിയത് മുതൽ, അല്ലെങ്കിൽ അർത്തഹഷ്ടാ രാജാവിൻ്റെ കൽപ്പന മുതൽ അഭിഷക്തനായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശീകരണം വരെ 483 വർഷമെന്ന് ബൈബിളിൽ നിന്നും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. ഇത് ദാനിയേൽ 9-ാം അധ്യായത്തിലെ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വ്യക്തമായും കൂടുതലായി സമയമെടുത്ത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 69 ആഴ്ചവട്ടം 483 വർഷം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. യേശുവിനെ ആരും ഇല്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. അവൻ്റെ അമ്മ പോലും, സ്നേഹിച്ച യോഹന്നാൻ പോലും ക്രൂശിൻ്റെ അടുക്കലേക്ക് ഓടി വന്നില്ല.
ആ പ്രവചനം നിറവേറി, ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇസ്രയേലിനിപ്പോൾ ശൂന്യാവസ്ഥയായിരിക്കുന്നു. അത് അവരുടെ പ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതു ആയി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പല്ല എന്നുള്ള റോമാലേഖനത്തിലെ വചനം അക്ഷരികമായി നിറവേറിയിരിക്കുന്നു. സംഖ്യകൾക്ക് ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. യേശുക്രിസ്തുവിനോട് പത്രോസ് ചോദിച്ചു, കർത്താവേ, സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? യേശു അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നു, സഹോദര പത്രോസേ, 770 വട്ടം. 770 എന്താണ് പറയാൻ കാരണം? കാരണം ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ് 490. സംഖ്യകൾക്ക് ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. 5 കൃപയുടെ സംഖ്യയെന്ന് നാം ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. അതിന് ആഴത്തിൽ അർത്ഥങ്ങൾ ലഭിക്കുന്നു. 5 വഴിപാടുകൾ, 5 ശെക്കേൽ വീണ്ടെടുപ്പ്, ബെഥസ്ദാക്കുളത്തിലെ 5 മണ്ഡപങ്ങൾ, 5 ലേഖന കർത്താക്കൾ, വിശുദ്ധ സ്ഥലത്തെ 5 തൂണുകൾ, പ്രാകാര തൂണുകളുടെ ഉയരം 5 മുഴം, ശുശ്രൂഷ ഗണം 5 അന്താഴങ്ങൾ. മനുഷ്യൻ്റെ സംഖ്യയാണ് ദൈവത്തിന് സ്തോത്രം 6 എന്ന് പറയുന്നത്. 5ൻ്റെ ഗണങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ 6ൻ്റെ സംഖ്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രപഞ്ച സൃഷ്ടി 6 ദിവസം കൊണ്ട്. ഗോലിയാത്തിൻ്റെ നീളം 6 മുഴം 6 ഇഞ്ചായിരുന്നു. മനുഷ്യൻ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടു. ഗോലിയാത്തിൻ്റെ ആയുധവർഗം 6, ഗോലിയാത്തിൻ്റെ കൈവിരലുകൾ 6, ഇസ്രയേലിൻ്റെ പ്രാകൃത ഭക്ഷണം 6, ദുരാസമഭൂമിയിലെ ബിംബത്തിൻ്റെ 6 മുഴം വണ്ണം, സെൻഖരീബ് ഇസ്രയേലിന് കൊടുക്കാമെന്ന് പറഞ്ഞത് 6 കാര്യം. പാപ മനുഷ്യൻ്റെ സംഖ്യ 6, 6, 6, 666. ദൈവത്തിന് സ്തോത്രം. അടുത്ത സംഖ്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 5 കൃപയുടെ സംഖ്യയെന്നും 6 മനുഷ്യൻ്റെ സംഖ്യയെന്നും കണ്ടപ്പോൾ 7 പൂർണ്ണതയുടെ സംഖ്യയെന്ന് കാണാം. ആഴ്ചയ്ക്ക് 7 ദിവസം, 7 കവരവിളക്ക്, 7 ദിവസം അപ്പം മേശമേലിരിക്കണം, 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളം, 7 ദൂതന്മാർ, 7 ക്രോധകലശം എന്ന് കാണുവാൻ കഴിയും. 12 ദൈവിക ഭരണക്രമത്തിൻ്റെ സംഖ്യയാണ്. 12 ഗോത്രങ്ങൾ, 12 ശിഷ്യന്മാർ, 12 രക്തങ്ങൾ, 12 കാഴ്ചയപ്പങ്ങൾ, 12 കാഹളങ്ങൾ, ഇങ്ങനെ 12ൻ്റെ നിരവധി കണക്കുകൾ കാണാം. 60 എന്നത് പഴയ പുതിയ നിയമസഭയുടെ സംഖ്യയാണ്. 12 ഗോത്രങ്ങളിൽ നിന്നും ദൈവകൃപയാൽ തിരഞ്ഞെടുത്ത പഴയ നിയമസഭ 12 × 5 60. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരാൽ നിയമിക്കപ്പെട്ട കൂട്ടമാണ് 12 × 5 = 60 എന്ന കണക്ക് നമുക്ക് ലഭിക്കുന്നു. 48 എന്നത് പുതിയ നിയമസഭയുടെ സംഖ്യയാണ്. 12 അപ്പോസ്തലന്മാരാലും 4 സുവിശേഷങ്ങളാലും തിരഞ്ഞെടുത്ത സംഖ്യയാണ്, ജനങ്ങളാണ്, കൂട്ടമാണ് 48. 12 × 4 48. വെളിപ്പാട് പുസ്തകത്തിൽ 4:4 വെള്ളിയുടുപ്പ് ധരിച്ച 24 മൂപ്പന്മാരെ കാണുന്നു. 12 ഗോത്രങ്ങൾ പ്ലസ് 12 ശിഷ്യന്മാരുടെ പ്രതിനിധികൾ ആകുന്ന ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ യാഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് 24. 24 × 2 48 എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 10 ക്രമപൂർണ്ണതയുടെ സംഖ്യയാണ്. ലോകത്തെ ശരിയാക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് 10 തവണയാണ്. ഇസ്രയേലിന് കൊടുത്ത പ്രധാന കൽപ്പന 10 ആണ്. ജലപ്രളയത്തിനു മുൻപ് ജീവിച്ചിരുന്ന പിതാക്കന്മാർ 10 ആണ്. കൃപയുടെ സംഖ്യയായ 5നെ ക്രിസ്തുവിൻ്റെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 എന്ന കണക്ക് നമുക്ക് കിട്ടുന്നു. കൂടാരത്തിൻ്റെ വീതി 10 മുഴം, പലകയുടെ ഉയരം 10 മുഴം, മറശ്ശിലയുടെ നീളം ഉയരം 10 മുഴമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം, 10 കന്യകമാർ, ആദാം ടു നോഹ 10 തലമുറ, ഷേം ടു അബ്രഹാം 10-ാം തലമുറ. കൂടാരത്തിലെ പ്രധാനപ്പെട്ട സംഖ്യകളുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ടാണ് ഇത്രയും ഇവിടെ വിവരിച്ചത്. ഞങ്ങളുടെ വാക്കുകളെ ഈ എപ്പിസോഡിൽ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. സംഖ്യകൾക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട്, ആഴങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരെയും ദൈവമായ കർത്താവെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിച്ചാട്ട്, ഞങ്ങളുടെ കൃപയിൽ പൊതിഞ്ഞാട്ട്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ ഹൃദയവേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ.
എൻ്റെ ഏകാന്തതയിലെ